പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. നല്ല പ്രഭാതം. ഓണിമന സന്ദേശങ്ങളെ കേൾക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും ക്രിസ്തുയേശുവിൽ വന്ദനം. കർത്താവിൽ വിശ്വസിച്ചതിൽ വീരടക്കം ആനന്ദിച്ചു എന്നുള്ളൊരു ദേശത്വമാണ് ഇന്നലെ പറഞ്ഞു തുടങ്ങിയതെങ്കിലും അതിൻ്റെ പ്രാരംഭ ഭാഗങ്ങളിലേക്ക് പോയപ്പോഴത്തേക്ക് മെസ്സേജ് കൺക്ലൂഡ് ചെയ്യേണ്ടി വന്നു. ഇന്ന് ആ ഭാഗം നമ്മൾ ചിന്തിക്കാൻ പോകുകയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് പരിശുദ്ധാത്മാവ് വിലക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് സ്ട്രെയിൻ എടുക്കാനായിട്ട് പോകരുത്. പരിശുദ്ധാത്മാവ് ആ പൗലോസിനെയും കൂട്ടരെ നടത്തിയത് വെയിറ്റ് ചെയ്യാനായിട്ട് അവർ പറഞ്ഞു. അവരോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ കാണുകയാണ് മക്കദോനിയക്കാരനായ ഒരു പുരുഷൻ വന്ന് ഞങ്ങളെ സഹായിക്കുക എന്നുള്ള ദൈവശബ്ദമായിട്ട് അവർക്ക് തോന്നുകയും ഫിലിപ്പിയിലേക്ക് അവർ പോകാൻ തയ്യാറാക്കുകയും ചെയ്തു. ആ ദൈവശബ്ദം അവരെ കൊണ്ടുവന്നെത്തിച്ചത് ലുദിയായുടെ ഭവനത്തിലാണ്. ലുദിയായുടെ ആ പുഴവക്കത്തു നിന്നുള്ള ആ ദൈവവചന ശുശ്രൂഷ നോക്കി. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കാണാൻ പറ്റും. പൗലോസ് വചനം പറഞ്ഞുകൊണ്ടിരുന്നതേ ഉള്ളൂ. ആ വാക്യം ഇങ്ങനെയാണ്, കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ഇവിടെ പലപ്പോഴും ആമേൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഞാൻ ഉൾപ്പെടെ ചിന്തിച്ചിട്ടുള്ള കാര്യം. പക്ഷേ ഈ വചനം എൻ്റെ കണ്ണു തുറന്നു. ആമേൻ എങ്ങനെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കപ്പെടും, ആൾക്കാരൊക്കെ എങ്ങനെ രക്ഷിക്കപ്പെടുന്നത്. ആമേൻ ആമേൻ നമ്മളിങ്ങനെ പറയുമ്പോഴൊക്കെ ചിലർക്ക് അംഗീകരിക്കാനായിട്ട് കഴിയത്തില്ലല്ലോ എന്നൊക്കെ നമുക്ക് പറയും. പക്ഷേ ഞാൻ പറയാം, നമ്മളെ ദൈവം ഏൽപ്പിക്കുന്ന അങ്ങ് പറഞ്ഞാൽ മതി. ഹൃദയങ്ങളെ തുറക്കുക എന്നുള്ളത് കർത്താവിൻ്റെ ഡ്യൂട്ടിയാണ്. ഞാനത് മനസ്സിലാക്കിയതിന് ശേഷം ഇന്ന് വരെ മനുഷ്യർ ആമേൻ ഈ ദൂതുകൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കാറില്ല. ദൈവം എനിക്ക് തരുന്നത് അർപ്പണബോധത്തോടെ, പ്രാർത്ഥനയോടെ, ദൈവനിയോഗത്തോടും കൈമാറത്തോടും അതിൻ്റെ റിസൾട്ട് കൊണ്ടുവരിക എന്നുള്ളത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ദൈവം അത് ചെയ്യും. നോക്കി, അനേകർ വചനം കേട്ടെങ്കിലും ഹൃദയം തുറന്നത് ലുദിയായുടെ ഹൃദയം തുറന്ന സഹോദരി വീട് തുറന്നു. ആമേൻ എന്താ അങ്ങനെ വലിയൊരു സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ, ഒരു പ്രാർത്ഥനാ അന്തരീക്ഷത്തിൽ അവിടെ പോകുമ്പോഴാണ് ആ ദേശശക്തിയെ തൊടുന്ന കാര്യാദികളിലേക്ക് എത്തപ്പെടുകയാണ്. കാരണം കണ്ടത് പുരുഷൻ വന്ന് ഞങ്ങളെ സഹായിക്കുക എന്നുള്ള ഒരു ദൈവിക ദൂത. അതിലേക്ക് എത്തിയില്ല. ഇപ്പോൾ സ്ത്രീയാ സഹായിച്ചത്. ഒരിക്കലും ദൈവാലോചനയ്ക്ക് മാറ്റം വരത്തില്ല കേട്ടോ. അടുത്ത നിമിഷങ്ങളിൽ വെളിച്ചപ്പാടത്തിയായ പെൺകുട്ടിയിൽ നിന്ന് ഇരുട്ടിൻ്റെ ശക്തികൾ അഴിഞ്ഞു പോവുകയും കാരാഗ്രഹത്തിനകത്തേക്ക് അവർ പ്രവേശിക്കുകയും ചെയ്തു. ശരീരം മുഴുവനും ആസകലം മുറിവേറ്റ് വേദനപ്പെട്ട് അകത്തെ തടവറയിലെ ആമത്തിനകത്ത് ചങ്ങലയ്ക്കകത്ത് കിടക്കുമ്പോൾ പിശാച് പറയുക, തീർന്നടാ നിന്റെ ശുശ്രൂഷ, നിന്റെ ലൈഫ് തീർന്നടാ, ഇവിടം കൊണ്ട് ഞാൻ പൂട്ടിക്കെട്ടുമടാ. പൗലോസ് ശീലാസും പറയില്ല, ഈ പ്രതിസന്ധിക്കകത്ത് ഞങ്ങളുടെ ദർശനത്തിൻ്റെ പൂർത്തിയമ്മ ഞങ്ങൾ കാണും. വിളിച്ചു പറയാവോ? ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, ചില പ്രയാസങ്ങൾ വരുമ്പോൾ ദൈവം പറഞ്ഞത്, ദൈവം സംസാരിച്ചെല്ലാം മറന്നു പോകുന്നത് എന്താ മറന്നു പോകുന്നേ? വാഗ്ദത്തങ്ങൾ മറന്നു പോകുന്നത് എന്താ കുഞ്ഞേ? പറ, എൻ്റെ നടുവിൽ വെച്ച് എനിക്കൊരു ഇടയവനുണ്ട്, ഞാൻ സേവിക്കുന്നൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവശബ്ദമുണ്ട്, ഞാൻ ഇന്നയിടത്ത് എത്തുമെന്ന്. അവിടെ ഞാൻ എത്തിയിട്ടില്ല, എത്തുക തന്നെ ചെയ്യും. നോക്കിയേ, ഇവിടെ പൗലോസ് ആമേൻ ആ ദൈവപുരുഷന് വേണ്ടി ആത്മാവിൽ കാത്തിരിക്കുമ്പോൾ കടന്നു വന്നത് പട്ടണത്തെ അല്ല, കടന്നു വന്ന പൂമാലയല്ല, പിന്നെയോ കല്ലേറ വന്നത്, അടിയ വന്ന്, ഉപദ്രവം വന്നു. പക്ഷേ അത് എവിടെ കൊണ്ടുവന്ന് എത്തിച്ചു? കാരാഗ്രഹത്തിനകത്തെ അകത്തെ തടവറയ്ക്കകത്ത് ആരാധനയെ കൊണ്ടുവന്ന് എത്തിച്ചു. ആ കാരാഗ്രഹം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തതിനും സാക്ഷ്യം വഹിക്കുക ഇപ്പോൾ ചെയ്യുന്നത്. എന്താണത്? ഹല്ലേലൂയ. കാരാഗ്രഹത്തിനകത്ത് സ്തുതിസ്തോത്രങ്ങൾ ഉയരുന്നു, കാരാഗ്രഹത്തിനകത്ത് ആരാധന ഉയരുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ തന്നെ നിന്റെ ഭവനം ഒരു കാരാഗ്രഹം പോലെ നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ ഭവനത്തിനകത്ത് ചലിക്കാൻ കഴിയുന്നില്ല, അനങ്ങാൻ പറ്റുന്നില്ല, ബന്ധിക്കപ്പെട്ട പോലെ അനുഭവത്തിലായിരിക്കും തോന്നുന്നുണ്ടോ? ഭാരപ്പെടുന്ന ദൈവം ഇതിലെ അതിനകത്ത് ആ പ്രതിസന്ധിയുടെ നടുവിൽ, ആ പ്രതികൂലത്തിൻ്റെ നടുവിലൊന്ന് ആരാധിച്ചു നോക്ക്, ആ വിഷയത്തിൻ്റെ നടുവിലൊന്ന് ആരാധിച്ചു നോക്ക്. ഒരു ദൈവപ്രവൃത്തി കാണാൻ പോവാ, ഒരു വിടുതൽ കാണാൻ പോവാ. റെമേക്കിയ ലമാശ, ഞാൻ ചുമ്മാതെ പറയല്ല, എൻ്റെ അന്തരാത്മാവിൽ എനിക്ക് ബോധ്യം വരുന്ന കാര്യം ഞാൻ പറയുന്നു. തടവറ പോലെ കിടക്കുന്നതിലെ ഭവനങ്ങളുടെ അകത്തളങ്ങളിൽ നിന്ന് തടവറകളെ പൊളിക്കുന്ന, തടവറകളെ തുറക്കുന്ന അതിശക്തമേറിയ ആത്മാവിൻ്റെ കാറ്റടിക്കാൻ പോകുന്നു. ഇളക്കുന്ന, അടിസ്ഥാനങ്ങളെ ഇളക്കുന്ന, ഭയങ്കര ദൈവപ്രവൃത്തി കൊണ്ടുവരുന്ന, അത്ഭുതകരമായ മാറ്റങ്ങളെ കൊണ്ടുവരുന്ന, ദൈവിക നിയോഗങ്ങളെ കൊണ്ടുവരുന്ന ദൈവപ്രവൃത്തികൾ നടക്കാൻ ആ ദൈവകരങ്ങളിൽ നമുക്ക് പിന്നെയും ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗീയ പിതാവേ, ഇടപെട്ട തങ്ങളുടെ ആത്മാവാണ്. വീടടക്കം ആനന്ദിക്കുന്നൊരു ദൈവപ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരുവാൻ അങ്ങ് വിശ്വസ്തനാണെന്ന് ഞങ്ങളോട് കേൾപ്പിച്ചല്ലോ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ആരാധനയുടെ മഹത്വം വെളിപ്പെടുത്തുക കർത്താവേ. തടവറകൾ പൊളിക്കുന്ന ആരാധന ഈ കുഞ്ഞുങ്ങളുടെ അകത്തളങ്ങളിൽ നിന്ന് അന്തരാത്മാവിന് പുറത്തേക്ക് ഒഴുകുവാൻ
സ്വർഗം കൃപ ചെയ്യണം. മഹത്വം ബഹുമാനം അങ്ങേടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.